അല്ലെ ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാം. എന്താ രാജു രാജു മേഡം തീ വന്നു. തീയോ മേഡം രാജു അച്ഛാ രാജു വർമ്മ സാറേ ഒന്ന് വേഗം പറഞ്ഞേ. രാജുവിന്റെ ശബ്ദമല്ലേ അത്? ഒന്നുമില്ല ഒന്നുമില്ല മേഡം മേഡം വർമ്മ സാറേ എന്താ ഇത്? എന്താ എന്താ പറ്റിയേ മോളെ? രാജു എന്താ ഇത്? ഹൃദയ താഴെ ഇറക്ക. മോളെ എന്ത് പറ്റിയത് രാജു? സാർ അത് റൂമില് മോളെ ഹൃതികെ എന്താ നിനക്ക് പറ്റിയേ? എന്താണെന്ന് അറിയില്ല അച്ഛാ. ഞാൻ മുറിയിലേക്ക് കയറിയതും പെട്ടെന്ന് റൂമിൽ തീ പിടിച്ചു. എന്നിട്ട് എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു. എന്താ മോനെ ഇത്? ഇതെങ്ങനെയാ നമ്മുടെ മുറിക്കകത്ത് തീ പിടിക്കുന്നേ? പിള്ളേരെ, നിങ്ങൾ അറിയാം ആ മുറിയിൽ തീ പിടിക്കുന്ന എന്തെങ്കിലും സാധനം കൊണ്ടുവച്ചോ? അത് ഇല്ല, ഞങ്ങളൊന്നും കൊണ്ടുവച്ചില്ല. അയ്യോ രാജുവിന് ദേഹത്തും പരിക്കൊണ്ടല്ലോ. അത് കുഴപ്പമൊന്നുമില്ല സാർ. അങ്ങളെ ഞാൻ ഡോക്ടറെ വിളിക്കാം. ഏയ് ഡോക്ടറെയൊന്നും വിളിക്കണ്ട. രാജു എനിക്ക് നിന്നോട് എന്താ പറയണ്ടെന്നറിയില്ല. എന്റെ മകളുടെ ജീവനാണ് നീ രക്ഷിച്ചത്. നന്ദി വാക്കുകളുകൊണ്ട് എനിക്ക് നിന്നോടുള്ള വികാരം എന്തെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്താ വർമ്മ സാറേ, എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും മാഡത്തെ രക്ഷിക്കേണ്ട കടമ എനിക്കുള്ളതല്ലേ? രാജു കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല സാർ. അച്ഛാ വേദനയൊന്നുമില്ലെന്ന് രാജു ചുമ്മാ പറയുന്നതാ. ചെറിയ പൊള്ളലുള്ള എനിക്ക് തന്നെ നല്ല പെയിനുണ്ട്. ഒന്ന് മാറിക്കേ. ഡോക്ടർ, ഈ കുട്ടിക്കാണ് കൂടുതൽ പൊള്ളലേറ്റത്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. ഞാൻ നോക്കട്ടെ. ഡോക്ടർ, എന്നെക്കാളും കൂടുതൽ പൊള്ളലേറ്റത് രാജുവിന്. ഡോക്ടർ ആദ്യം രാജുവിനെ ഒന്ന് നോക്ക്. ഞാൻ നോക്കാം. നല്ല റെസ്റ്റ് വേണം. ഞാൻ കുറച്ച് ടാബ്ലറ്റ്സ് ഓയിന്റ്മെന്റ് എഴുതി തരാം, അത് വാങ്ങണം. പ്രിസ്ക്രിപ്ഷൻ താങ്ക് യു ഡോക്ടർ. ശരി.
തുടരെ തുടരെ ഋതികയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഉടനെ തന്നെ ഋതികയുടെ ജാതകം എടുത്ത് നോക്കണം. ഞാൻ ഇതുവരെ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് എന്റെ മകളുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധ വേണം. എന്നാ നമുക്ക് ഇറങ്ങാം പ്രതാപേട്ട. ശരി. വാ മോളെ, പതുക്കെ. വർമ്മേ, റിയൽ സോറി. ഇങ്ങനെയൊന്നും ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങളുടെ ശ്രദ്ധ കുറവുണ്ടാ. അങ്ങനൊന്നും പറയില്ലേ. ശ്രദ്ധ കുറവൊന്നുമല്ല. വരാനുള്ളത് വഴി തങ്ങില്ലെന്നല്ലേ. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ആ, നമ്മളൊരു മുൻകരുതൽ എടുത്തേ പറ്റൂ. റോഹ, അങ്ങളെ താൻ വിഷമിക്കണ്ട. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചാണെന്നുള്ള വിഷമമൊന്നും വേണ്ട. അങ്ങനെ ഒന്നുമല്ല കേട്ടോ. ടെൻഷൻ ആവാതെ. ശരി ചേച്ചി, പോവാ. വാ. നടക്കും മോളെ. രോഹൻ, എങ്കി ബായ്. ഇനിയും കാണാ കേട്ടോ. ശരി, ആയിക്കോട്ടെ. നിക്ക്. നീ ചെയ്തു തന്ന ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. റോഹൻ സാർ, ഞാൻ എന്റെ കടമയാ ചെയ്ത. നാശം. രാധമ്മേ, രാജു ഇതുവരെ വന്നില്ലേ? ഇല്ല മോളെ, അവൻ ഇതുവരെ വന്നില്ല. എന്താ? ഏയ്, ഒന്നുമില്ല. ഞാൻ രാജുവിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. അവനാ രോഹൻ സാറിന്റെ വീട്ടിലും ബർത്ത്ഡേ പാർട്ടിക്ക് പോയതല്ലേ? തിരിച്ചു വരുമ്പോ കാണാലോ. എന്താ അത്യാവശ്യമാണോ? ഹേയ്, അത്യാവശ്യമൊന്നുമില്ല വേണമെങ്കില്. രാജുവിനെ ഒന്ന് കാണണം, സംസാരിക്കണമെന്ന് തോന്നി. അപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ല, രുക്മിണി എവിടെ മോളെ? ആ, അമ്മ വാടക പിരിക്കാൻ വേണ്ടി പോയിരിക്കുക. ആ വേണോട്ടാ, നമ്മളും വാടക കൊടുക്കാനുള്ള ദിവസം ഇങ്ങ് അടുത്തു. എന്താ പറഞ്ഞേ? അല്ല, ഞങ്ങളും വാടക തരാനുള്ള ദിവസം അങ്ങ് അടുത്തു എന്ന് പറഞ്ഞതാ. രാധമ്മ എന്തേ പറയുന്നേ? ഇനി അമ്മ രാധമ്മയോട് വാടക ചോദിക്കുന്നാണോ കരുതുന്നേ? അമ്മ ഇനി രാധമ്മയോട് വാടക ചോദിക്കോ, വാട്ടർ ബില്ല് ചോദിക്കോ, കറണ്ട് ബില്ല് ചോദിക്കോ ഒന്നും ചെയ്യില്ല. ആണോ? രമ്യേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഞങ്ങൾ അതൊന്നും ആഗ്രഹിക്കുന്നില്ല. അത് അഭിമാനമുള്ളവർക്ക് ചേർന്ന പണിയല്ല. വേണമെങ്കിൽ എപ്പോഴും ഇങ്ങനെ അഭിമാനത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാതെ എല്ലാ മാസവും കൊടുക്കുന്ന വാടക കാശ് ബാങ്കിൽ സേവിങ്സ് ആയിട്ട് വെക്കാൻ നോക്ക്. പ്രായമാവുമ്പോഴേ പെൻഷൻ പോലെ നിങ്ങൾക്കത് ഉപയോഗിക്കാലോ. ഇത് വർമ്മ സാറിന്റെ കാറാണല്ലോ. അയ്യോ, രാജുവിന് ഇതെന്തു പറ്റി? മോനെ, എന്താ മോനെ, എന്താ പറ്റിയ നിനക്ക്? വർമ്മ സാറേ, എന്തുണ്ടായേ? അത് ഒന്നുമില്ലമ്മേ, ചെറിയൊരു ഫയർ ആക്സിഡന്റ്. ഫയർ ആക്സിഡന്റോ? ഈശ്വര, എവിടെ? എന്തുവാടാ നീ പറയണേ? അതച്ചാ, ഋതിക മേഡം ഡ്രസ്സിംഗ് റൂമിൽ കയറിയപ്പോ അവിടെ ഒന്ന് തീ പിടിച്ചു. അപ്പോ ഞാൻ മാഡത്തിനെ രക്ഷപ്പെടുത്താനായിട്ട്. എന്നിട്ട് മോളെവിടെ? മാഡം കാറിലുണ്ടമ്മേ. മോളെ, രാധമ്മേ, പ്രതികാ മാഡത്തിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല സാർ, മാഡത്തിന് കാര്യമായ കുഴപ്പമൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല സാർ. അപകടത്തിൽപ്പെട്ട ഋതികയെ രാജു ഒരുപാട് റിസ്ക് എടുത്താ രക്ഷപ്പെടുത്തിയെ.
അതിന് നിങ്ങളോടൊരു നന്ദി വാക്ക് പറയാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രാജു സ്വന്തം ജീവൻ പോലും നോക്കാതെ ഹൃദയെ രക്ഷപ്പെടുത്താൻ തീയിലേക്ക് എടുത്ത് ചാടിയത്. നിങ്ങളുടെ മകന്റെ ശരീരത്തിൽ വന്ന പൊള്ളലുകൾ എന്റെ മകള് കാരണമായിരുന്നല്ലോ. ഏതൊരു അച്ഛനും അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ വേദന ഉണ്ടാവുന്ന എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അയ്യോ സാർ, വർമ്മ സാറേ, ഇങ്ങനെ വലിയ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളെ കൊച്ചാക്കല്ലേ. എന്തായാലും കുട്ടികൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഞങ്ങൾക്കത് മതി. ദൈവത്തിന്റെ അനുഗ്രഹം അല്ലാതെ എന്തു പറയാനാ. അല്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കും അല്ലല്ലോ പൊള്ളിയത്, എന്റെ രാജുവിനല്ലേ. ആർക്ക് വേണ്ടി രാജു എന്ത് ചെയ്താലും, രാജുവിന് എന്ത് ആപത്ത് സംഭവിച്ചാലും നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതങ്ങനെയാണല്ലോ. എല്ലാവർക്കും വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതവും ആരോഗ്യവും കളഞ്ഞോണ്ടിരിക്കുകയല്ലേ. രമ്യ, അപ്പൊ നിങ്ങൾക്കാർക്കും ഒന്നും നോവില്ല. ഇതൊക്കെ കാണുമ്പോഴേ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. രാജുവിന് പൊള്ളുമ്പോ നിങ്ങൾക്കാർക്കും പൊള്ളില്ലെങ്കിലും എനിക്ക് പൊള്ളും, നന്നായിട്ട് പൊള്ളും. രമ്യ, ഇതെന്ത് കോലാണ് വർമ്മ സാറേ? സാറിന്റെ പി അല്ലേ, അല്ലാതെ ബോഡി ഗാർഡൊന്നും അല്ലല്ലോ. കുറച്ച് കാലം ഇത് തുടങ്ങിയിട്ട് വർമ്മ സാറിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാറിന്റെ വീട്ടിൽ വെച്ച് ഇലക്ട്രിക് ഷോക്ക് രാജുവിനേറ്റത് നിങ്ങൾ ആരും മറന്നിട്ടില്ലല്ലോ. രമ്യ മതിയാക്ക്. അന്ന് രാജുവിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ മന്ത്രിക്ക് വേണ്ടി ധീരസാഹസം ചെയ്ത് ത്യാഗം സഹിച്ച് മരിച്ച ഒരാളുടെ ഫ്ലെക്സ് ഒട്ടിച്ച് നിങ്ങൾ പാർട്ടിക്കാരെല്ലാരും കൂടെ ഒരു വിലാപയാത്ര നടത്തും. രാജുവിന്റെ കഥ ഒരു ഓർമ്മയായിട്ട് അവശേഷിക്കും. മകന്റെ സത്യസന്ധതയും ധീരതയും ജീവത്യാഗത്തെയും കുറിച്ച് അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. രാധമ്മ കുറച്ചുനാള് കരയും, പിന്നെ രാധമ്മ അത് മറക്കും. പക്ഷെ എനിക്ക് രാജു അങ്ങനെയല്ല. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാ. എന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ, എന്റെ ആയുസുള്ളിടത്തോളം കാലം എന്റെ കൂടെ ജീവിക്കേണ്ട മനുഷ്യൻ. ആ മനുഷ്യന്റെ ജീവിതം വെച്ച് നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നതേ എനിക്ക് തീരെ സഹിക്കുന്നില്ല. ഇന്നത്തോടെ എനിക്കൊരു തീരുമാനം അറിയണം. രാജുവിനെ ഇനി സാറിന്റെ വീട്ടിലേക്ക് അയക്കാൻ എനിക്ക് സമ്മതമല്ല. സാർ ദയവ് ചെയ്ത് ഇങ്ങനെ രാജുവിന്റെ ജീവിതത്തിൽ ഇടപെടരുത്. രാജുവിന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, രാജുവിന് ജോലി എന്താണെന്ന് വെച്ചാ ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞ് തരപ്പെടുത്തിക്കോളാം. മതി രമ്യ, മതി. രാജുവിന്റെ PA പണി എന്ന് പറഞ്ഞോളി അടിമപ്പണി. പിന്നെ നിങ്ങൾ പറയുന്ന പോലെയൊന്നും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ഇവനെ ഞാൻ എന്റെ സ്വന്തം അനിയനെ പോലെയോ മകനെ പോലെയോ കണ്ടിട്ടുള്ളൂ. മതിയാക്ക് സാറേ സാറിന്റെ അഭിനയം. രമ്യ, നീ ആരോടെ ഇങ്ങനെ സംസാരിക്കുന്ന? ഞാൻ പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പോ നീ അങ്ങ് എല്ലാവരുടെയും തലേ കയറാണല്ലോ. സാറിനോട് മാപ്പ് പറയും. ഞാൻ മാപ്പും കോപ്പും ഒന്നേ ആരോടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാജു, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കിയവര് അത് മനസ്സിലാക്കി രാജുവിനോട് പെരുമാറിയ അവർക്ക് കൊള്ളാം.
പരമേശ്വരേ, ഇവളുടെ നാക്ക് ശരിയല്ല. ഏയ് ഇവള് പറയുന്നൊന്നും സാറ് കാര്യാക്കണ്ട. സാറ് മാഡത്തിനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ല്, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഏയ് ആ, ഈ കുട്ടി പറഞ്ഞതിനും കാര്യമില്ലേ? എന്ത് കാര്യം സാറേ? ഇവള് പറയുന്നൊന്നും സാർ അങ്ങനെ തലയിൽ കയറ്റല്ലേ. ഇവളൊരു വിവരമില്ലാത്തവള്. സാർ പൊയ്ക്കോ. അല്ല അത് സാർ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മാഡത്തിന് തീരെ വയ്യ, വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക. നിങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഇങ്ങോട്ടൊന്നും വരണ്ടെന്ന്. ഏത് നേരത്താന്തോ. നിങ്ങൾ എന്തിനാ ഇവളോട് പിടിച്ച് നിർത്തിയേ? ഏയ് രാജു, വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. രമ്യയുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ, എനിക്കത് മനസ്സിലാവും. രമ്യയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെ ആയിരിക്കില്ല. കുറച്ചുകൂടെ ദേഷ്യത്തിലെ പെരുമാറും. ശരി രാധമ്മേ, പെണ്ണുട്ടാ, സോറി. എന്താ സാർ ഇത്? രാജു, നിനക്ക് എന്തിന്റെ കാര്യത്തിൽ പെണ്ണേ? വലിയ മനുഷ്യരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഓ, സ്വന്തം മകന്റെ ശരീരം പൊള്ളിയതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ വർമ്മ സാറോട് സംസാരിച്ചതാണ് നിങ്ങളുടെ പ്രശ്നം. മനസ്സിലായി? ഇത് തന്നെ ഞാൻ വർമ്മ സാറിനോടും പറഞ്ഞു. രാജു വന്നേ, നമുക്ക് അകത്തേക്ക് പോവാം. രാജു ഇങ്ങോട്ട് വാ. ഞാനല്ലേ പറയുന്നേ, വന്നേ ഇങ്ങോട്ട് വാ. രാജു നടക്ക. യാമിനി, പ്രതാപനും ഋതികയൊക്കെ എവിടെ പോയിരിക്കുക? അവരെ കാണുന്നില്ലല്ലോ. അവര് നമ്മുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നതാ ചേച്ചി. ദീപകെ, നീ ഒന്ന് പോയി നോക്കി. അമ്മ ആദ്യം ഫോൺ എടുത്ത് അമ്മാവനൊന്ന് വിളിക്കേ. ചിലപ്പോ അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിലോ. ശരി. പ്രതാപ, എന്തു പറ്റി? ഇത്രയും നേരം നിങ്ങൾ എവിടെയായിരുന്നു? സോറി ചേച്ചി, ഞങ്ങൾ വരുന്ന വഴിക്ക് രാജുവിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ ഇറങ്ങി. അതാ ലേറ്റ് ആയത്. നീ എന്തിനാ അവനെ ഡ്രോപ്പ് ചെയ്യാൻ പോയത്? അവന് നീ ജംഗ്ഷനിൽ ഇറക്കി വിട്ടിരുന്നെങ്കിൽ അവനൊരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോവില്ലേ? അത് ശരിയല്ലോ ചേച്ചി. അവൻ കൃത്യസമയത്ത് ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ മോളുടെ അവസ്ഥ എന്താവുമായിരുന്നു? അതുമല്ല, അപകടത്തിൽ അവന് ഒരുപാട് പൊള്ളലേറ്റതല്ലേ. അപ്പോ വഴി വിട്ടിട്ട് വരുന്നത് ശരിയല്ലല്ലോ. മനഃപൂർവ്വം ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാക്കി ഋതികയെ രക്ഷപ്പെടുത്തി പ്രീതി നേടാൻ വേണ്ടി അവൻ ചെയ്തതാന്നാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ അവിടെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടാവുക, എന്നിട്ട് അവൻ തന്നെ പോയി ഋതികയെ രക്ഷപ്പെടുത്തുക. എടാ, ഇതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതയില്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ കുട്ടിക്ക് ശനിയുടെ അപഹാരമാണ് ഇപ്പൊ ജാതകത്തിൽ. അല്ല, നീ എന്തിനാ ജോത്സിനൊക്കെ ഇപ്പൊ വിളിച്ചു വരുത്തിയേ? ഋതികയുടെ ജീവിതത്തിൽ ഇപ്പൊ കുറെ നാളായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഋതികയുടെ ജാതകം നോക്കാൻ വേണ്ടി ഞാൻ ജോൾസിനെ കാണാൻ വേണ്ടി പോയി. അപ്പൊ വഴി വെച്ച് ജോൾസിനെ കണ്ടു. എന്റെ കൂടെ വരാമെന്ന് ജോൾസ്യം പറഞ്ഞു. ഇങ്ങോട്ട് പോന്നു. ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടമായ കുട്ടിയാണല്ലേ? അതെ, ചെറുപ്പത്തിലെ അമ്മ നഷ്ടപ്പെട്ടു. ചുറ്റുപാടുള്ളവരുടെ സ്നേഹം ലഭിക്കാതെ വളർന്ന കുട്ടിയല്ലേ? അതെ. ഇപ്പോ ആ വിഷമങ്ങളൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അകലേക്ക് പോയവരുടെ ഹൃദയം അടുത്തുകൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. അതാണല്ലോ ദുഷ്ടഗ്രഹങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതും.
ദുഷ്ടഗ്രഹങ്ങളെന്ന് ജോത്സ്യര് പറഞ്ഞതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നേ? സൗരയുധത്തിൽ സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കാറില്ലേ? സൂര്യന് ആ ഗ്രഹങ്ങളെ കൊണ്ട് ഉപകാരമോ ഉപദ്രവമോ ഉണ്ടാകാറില്ല. സൂര്യനെ കൊണ്ടാണ് ആ ഗ്രഹങ്ങൾക്ക് ഉപകാരവും ഉപദ്രവവും. പക്ഷേ മറ്റ് ഗ്രഹങ്ങൾ അങ്ങനെയല്ല. അവരുടെ ചുറ്റും കിടന്ന് കറങ്ങുന്ന ഗ്രഹങ്ങളെ കൊണ്ട് അവർക്ക് ഉപകാരവും ഉണ്ടാവാം, ഉപദ്രവവും ഉണ്ടാവാം. ഋതികയെ ഇപ്പൊ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളെ മാത്രമല്ല. അത് ഋതികയുടെ ചുറ്റുമുള്ള മനുഷ്യരെയും ആവാം. അവരുടെ മനസ്സിലെ ദുഷ്ടതകൾ കൊണ്ട് ഋതികയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും വ്യാകുലതകളും, അതുപോലെ തന്നെ നവഗ്രഹങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളും ഭാഗ്യങ്ങളും. ഇപ്പൊ ഇവിടെ ഋതികയുടെ ജാതകത്തിൽ 3 വർഷം ശനിയുടെ അപഹാരമുണ്ട്. ശനിയുടെ അപഹാരമുള്ള സമയത്ത് ആരെങ്കിലും ഋതികയ്ക്ക് നല്ലത് ചെയ്യാൻ വന്നാലും അത് ഋതികയുടെ ജീവിതത്തിൽ മോശമായി ഭവിക്കും. അംബിക മേഡത്തിന് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആ മനസ്സിലായി. ദോഷങ്ങൾ മാറാൻ എന്താ ജോത്സ്യ ഒരു പരിഹാരം? പരിഹാരം ഒന്നും തന്നെ കാണുന്നില്ല.